ഞങ്ങൾക്ക് പണിയെടുത്തോട്ടെ, ഞങ്ങൾ പണിയെടുപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടണം. അത് ഞാനായാലും വേണ്ടില്ല. പിന്നെ ഇപ്പൊ ഈ മെയ് മാസത്തില് ശമ്പളം തീരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇവരൊക്കെ വേർപ്പ് തിന്നാൻ കൊതിച്ച് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും കുട്ടികളെ തീറ്റിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയം കളിക്കാതെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഞങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ശമ്പളം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി തൊഴിലാളികൾ രംഗത്ത്. മെയ് മാസത്തെ ശമ്പളം ലഭിക്കാതിരുന്നതിനിടെ ജൂൺ മാസത്തേക്കുള്ള അഡ്വാൻസ് എന്ന പേരിൽ 5000 രൂപ നൽകിയതിനെതിരായാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ നഗരസഭാ ചെയർപേഴ്സണ് പരാതി നൽകിയത്. അതേസമയം വിഷയത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്നും വരുമാന ശേഖരണത്തിലെ വീഴ്ചകളാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഭരണപക്ഷം പ്രതികരിച്ചു. മെയ് മാസത്തെ ശമ്പളം ലഭിക്കാതെ അതിനു പകരം ജൂൺ മാസത്തെ അഡ്വാൻസ് എന്ന പേരിൽ 5000 രൂപ അക്കൗണ്ടിലേക്ക് വന്നതോടെയാണ് ഹരിത കർമ്മസേനാംഗങ്ങൾ പരാതിയുമായി നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചത്. മെയ് മാസത്തെ ശമ്പളം ലഭിക്കാതെ ജൂൺ മാസത്തേക്കുള്ള അഡ്വാൻസ് നൽകുന്നതെന്തിനാണെന്ന ചോദ്യമാണ് തൊഴിലാളികൾ ഉയർത്തുന്നത്. കഴിഞ്ഞ 6 മാസമായി ശമ്പളം സ്ഥിരമായി വൈകുകയാണെന്നും നേരത്തെ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ചിരുന്ന വേതനം ഇപ്പോൾ പെൻഡിംഗ് ആയി മാറിയെന്നും തൊഴിലാളികൾ പരാതിപ്പെടുന്നു. ഞങ്ങൾ ആദ്യം പണിയെടുത്തിരുന്നപ്പോൾ ഞങ്ങൾക്ക് 8-ാം തീയതി ശമ്പളം കിട്ടിയിരുന്നു. 8-ാം തീയതി മുന്നായിട്ട് കിട്ടിയിരുന്നു, പിന്നെ 8-ാം തീയതി ആയി. പിന്നെ ഇപ്പോൾ ഈ 6 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം ഇങ്ങനെ പെൻഡിങ് ആയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലിടക്ക് വെച്ചിട്ട് ഇപ്പോൾ ഒരു 600 രൂപ തന്നിട്ടുണ്ട്. പിന്നെ ഒരു 100 രൂപ കുറച്ചിട്ട് തരുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തരൂലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ മെയ് മാസത്തിൽ ശമ്പളം തീരെ ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ, ഇവിടെ ഞങ്ങൾക്കൊരു പുതിയ അക്കൗണ്ടന്റ് വന്നിട്ടുണ്ട്. മൂപ്പര് എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ പിന്നെ ഈ മെയ് മാസത്തിലെ 5000 രൂപയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഇപ്പൊ പറയുന്നത് അത് ജൂണിലത്തെ പിന്നെ അഡ്വാൻസ് ആയിട്ടാണ് ഈ 5000 തന്നിട്ടുള്ളത് എന്നാ പറയുന്നത്. ശമ്പള പരിഷ്കരണത്തിന്റെ പേരിൽ ദിവസവേതനം 700 രൂപയിൽ നിന്ന് 600 രൂപയായി കുറച്ചെന്ന പരാതിയും തൊഴിലാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പണിയെടുക്കുന്നുണ്ട്, ശമ്പളം ഇതുവരെയും കിട്ടിയിട്ടില്ല. അവിടുന്ന് സാധനങ്ങൾ പോകുന്നുണ്ട്, ആരാണ് എന്താണെന്ന് കൊണ്ടുപോകണമെന്ന് അറിയില്ല. വരുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. അത് ഏത് വകുപ്പിലൂടെ കൊണ്ടുപോകണമെന്ന് അറിയില്ല. കൗൺസിലർമാരോട് പറഞ്ഞപ്പോൾ അവർ ഏറ്റെടുത്തിട്ടില്ല എന്നും പറഞ്ഞു. പിന്നെ എന്താണാവുക, അവരെ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു, കൊണ്ടുപോകണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. പിന്നെ കൊതിനെ കിടക്കുന്ന വേസ്റ്റ് ഇതുണ്ട് കിടക്കുന്നത്, അതാണ് ഞങ്ങൾ പെറുക്കി ഇതാക്കുന്നത്. അതും വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുപോകും. അതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് പണിയെടുത്തോട്ടെ, ഞങ്ങൾ പണിയെടുപ്പിച്ചോട്ടെ, ഞങ്ങൾക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടണം. അത് ഞാനായാലും വേണ്ടില്ല. ഇതിൻ്റെ മുമ്പുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അതും ഞങ്ങൾക്ക് അങ്ങനെ തന്നെയായിരുന്നു. അതൊരു കെട്ടിരിപ്പ് ആയിട്ടോ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഈ ഇതൊന്നും കിട്ടിയില്ല. ഇതന്നെ ഞങ്ങളെ പൊന്ന്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കാര്യങ്ങൾ നടത്താനിരിക്കാനുള്ള ഒരു പൊന്നെ ഞങ്ങളത്. അതിലും ഇത് ഞങ്ങൾക്ക് ഇനി ഒരു ഇതുമില്ല. 10-25 വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ. ഇതുവരെ ഞങ്ങൾ കുടുംബശ്രീ ആയിട്ടായിരുന്നു. ഇപ്പോഴല്ലേ ഹരിത കർമ്മസേനയായിട്ട് ഇങ്ങോട്ട് വാങ്ങുന്ന ലോകമെമ്പാടായിട്ടുള്ള വന്നത്. അതുകൊണ്ട് എല്ലാ ഹരിതസേനകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ ഒരു സംഭവം ഒരു മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവരുത്. വിഷു ബോണസും ലഭിച്ചില്ലെന്നാണ് ആക്ഷേപം. മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങൾ പതിവ് പോലെ തുടരുമ്പോഴും തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ മുടങ്ങുന്നതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കഴിഞ്ഞ ഭരണസമിതിന്റെ കാലത്ത് 21,000 രൂപ 700 രൂപ പെർ ഹെഡിന് വെച്ചിട്ടാണ് കൊടുത്തിരുന്നത്. ഒരു ദിവസത്തെ വേതനം എന്നുള്ള രൂപത്തിലാണ് ഇവിടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 1 രൂപ പെൻഡിങ് ഇല്ലാതെയാണ് അവർ ശമ്പളം കൊടുത്തിട്ടില്ലേ. പിന്നെ പരിഷ്കരണം നടത്തേണ്ട സമയം കഴിഞ്ഞു. മാർച്ചിന് ശേഷം അവരെ ശമ്പള പരിഷ്കരണം നടത്തേണ്ട സമയമാണ്. ശമ്പള പരിഷ്കരണം ഒരിക്കലും ബാക്കിലേക്കല്ല വരാറ്. ഇതുവരെ എന്ത് ചെയ്തു, 700-ൽ 600 വെട്ടിക്കുറച്ചു എന്നാണ് ഒരു പരാതി. രണ്ടാമത്തെ പരാതി, മെയ് മാസം 1 രൂപ കൊടുത്തിട്ടില്ല. ഏപ്രിലിൻ്റെ മുൻപായിട്ട് നമ്മൾ ഇവർക്ക് വിഷുവിൻ്റെ പൈസ കൊടുക്കാറുണ്ട്, വിഷുവിന് ബോണസ് കൊടുക്കാറുണ്ട്. ആ ബോണസ് എത്ര കിട്ടിയിട്ടില്ല, നിങ്ങൾ ഇവരോടെ സംസാരിക്കുക, അവർ പറയും ആ ബോണസ് വെട്ടിക്കുറച്ചു. എല്ലാ നിലക്കും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേസ്റ്റ് മാലിന്യം സംഭവം കൂടി വന്നിട്ടല്ലാതെ കുറഞ്ഞിട്ടില്ല. ഫീസ് വർദ്ധിപ്പിച്ചു, അതും കൂടി. എന്നിട്ടും ഇവരെ ശമ്പളം മാത്രം, ഇവർ രാവും പകലും റോട്ടിലും വീടുകളിലും അതുപോലെ ആ സഗ്രിഗേഷൻ ചെയ്യുന്നിടത്തൊക്കെ നിങ്ങൾ ചാനലിൽ പോയി നോക്കണം. പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രയാസങ്ങൾ അറിയാം. ഇവരൊക്കെ വേർപ്പ്
തിന്നാൻ കൊതിച്ച് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും കുട്ടികളെ തീറ്റിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതും ഒരു 2-3 ആളുകൾ അതിൻ്റെ പിന്നാലെ കൂടി ഇവരെ വേർപ്പിൽ പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊന്നും ഒരു കാരണവശാലും നമ്മളെ കുട്ടികളടുത്ത് എത്താൻ പറ്റില്ല. അത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് രോഗമായിട്ടും മറ്റേതായിട്ടും ഒക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളൂ. അതേസമയം ഹരിത കർമ്മസേനയെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ ആരോപിച്ചു. മെയ് മാസം വരെയുള്ള സാമ്പത്തിക കാര്യങ്ങളുടെ ഉത്തരവാദിത്തം മുൻ കൺസോർഷ്യം ഭാരവാഹികൾക്കാണെന്നും ജൂൺ മാസം മുതൽ പുതിയ അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിൽ വരവും ചിലവും ഓഡിറ്റബിൾ സംവിധാനത്തിലേക്ക് മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഫീൽഡിൽ നിന്ന് ലഭിക്കേണ്ട യൂസർ ഫീസ് പൂർണ്ണമായി പിരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും ഭരണപക്ഷം വിശദീകരിച്ചു. പെരിന്തൽമണ്ണയിലെ ഹരിത കർമ്മ സേനയിലെ പാവപ്പെട്ട കുടുംബങ്ങളെ വെച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം കളിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ കണ്ടുവരുന്നത്. പാവപ്പെട്ട തൊഴിൽ ചെയ്യുന്നവരെ മുഴുവൻ വിളിച്ചു വരുത്തി ഒരു കൗൺസിലർ ചാനലിലൊക്കെ വിളിച്ചുകൊണ്ട് ആളാവുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ ഭരണം ഇല്ല, പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ MLA ഇല്ല, സംസ്ഥാന ഭരണമില്ല. ഇപ്പോൾ എന്തെങ്കിലും പേക്കൂത്ത് കാട്ടി ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പണിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട കുടുംബങ്ങൾ കഴിഞ്ഞ ഡിസംബർ വരെ വ്യക്തമായി അവർക്ക് ശമ്പളം വ്യക്തമായി കിട്ടിയിരുന്നു. ഈ മെയ് മാസം വരെ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല. ആ മെയ് മാസം വരെ ശമ്പളം കിട്ടുന്നില്ല. അവർ വെച്ചിട്ടുള്ള കൺസോർഷ്യം, അവർ വെച്ചിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാർ, അവർ ഇത് ആകെ ശമ്പളം വാർഡിൽ നിന്ന് പിരിക്കുന്നത് മുഴുവൻ കുളമാക്കി, ഇത് മുഴുവൻ വളരെ മോശമായ രീതിയിലാക്കി. അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ UDF ഭരണസമിതിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത്. യഥാർത്ഥമായിട്ട് ഇവിടെ സംഭവിക്കുന്നത് മെയ് മാസം വരെയുള്ള ഉത്തരവാദിത്വം അതിൻ്റെ അവർ വെച്ച കമ്മിറ്റിക്കാണ്. ഇത് വേണ്ട രീതിയിലല്ല പോകുന്നത് എന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സണും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും വ്യക്തമായിട്ട് ഒരു അക്കൗണ്ടന്റിനെ വെച്ചുകൊണ്ട് ജൂൺ മാസം മുതലുള്ള വരവും ചെലവും കംപ്ലീറ്റ് ഓഡിറ്റബിൾ ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ജൂൺ മാസം മുതൽ ഇവർക്ക് വ്യക്തമായ ശമ്പളം കിട്ടാനുള്ള സംവിധാനമുണ്ട്. ഫീൽഡിൽ നിന്ന് വേണ്ട രീതിയിൽ ഇവർ പണം പിരിക്കുന്നില്ല. ഫീൽഡിൽ നിന്ന് പണം പിരിക്കാത്തതിൻ്റെ കാര്യങ്ങളടക്കം നമ്മൾ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ ഷോപ്പുകളിൽ നിന്ന് പണം പിരിക്കുന്നത്, ഫീൽഡിൽ നിന്ന് പണം പിരിക്കുന്നത്, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ ഹരിതകർമ്മ സേനയ്ക്ക് ഭംഗിയായി ശമ്പളം കൊടുക്കാനുള്ള പണം ഇവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പെരിന്തൽമണ്ണ നഗരസഭയിൽ കഴിഞ്ഞ വാർഡ് വിഭജന സമയത്ത് 2025 ഒക്ടോബർ 8-ാം തീയതി ഒരു മാനദണ്ഡമായി എടുത്തപ്പോൾ 18,255 വീടുകളായിരുന്നു ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2026 ജൂൺ 24 ആകുമ്പോൾ അത് 20,000 വീടുകളായി മാറിയിട്ടുണ്ട്. 20,000 വീടുകളിൽ നിന്ന് 50 രൂപ പ്രകാരം മിനിമം 50 രൂപ പ്രകാരം കൊടുത്താൽ തന്നെ 10 ലക്ഷം രൂപയുണ്ട്. ഫീൽഡുകളിൽ നിന്ന് ഈ സ്ക്രാപ്പ് വിറ്റാൽ തന്നെ ഒരു 7-8 ലക്ഷം രൂപ നമുക്ക് വരും. അതേപോലെ തന്നെ കടകളിൽ നിന്ന് വിറ്റാൽ ഒരു 4 ലക്ഷം രൂപ അടുത്ത്, അങ്ങനെ ഒരു 20-22 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പദ്ധതിയാണ് ഇവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പൊളിച്ച് വെറും 10-12 ലക്ഷത്തിലേക്ക് ചുരുക്കി ജീവനക്കാർക്ക് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നത്. അതിനേതായാലും UDF ഒറ്റക്കെട്ടായി നേരിടുക തന്നെ ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഫീൽഡിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കാവുന്ന സംവിധാനം, വ്യക്തമായ സംവിധാനമുണ്ട്. അത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തി അഴിമതി നടത്തി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ എങ്കിൽ 1 രൂപ പോലും പുറത്തു പോകാതെ ആ കാശ് മുഴുവൻ, അതിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് UDFൻ്റെ ഈ മുനിസിപ്പൽ ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശമ്പളം ലഭിക്കാത്തതും വേതനക്കുറവും ആരോപിച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ രംഗത്തെത്തിയപ്പോൾ വരുമാന ശേഖരണത്തിലെ വീഴ്ചയും രാഷ്ട്രീയ ഇടപെടലുമാണ് യഥാർത്ഥ പ്രശ്നമെന്നാണ് ഭരണപക്ഷത്തിന്റെ വിശദീകരണം. നിങ്ങളെ വാർഡിൽ നിന്ന് 300 വീടുണ്ട്. ആ 300 വീടില് 140 വീടിന്റെ പൈസ കിട്ടിയിട്ടുള്ളൂ. ബാക്കി 160 വീടിലെ പൈസ വന്നിട്ടില്ല
എന്ന് വാർഡ് കൗൺസിലർക്ക് കൊടുക്കുമ്പോൾ അതിൽ ഫോൺ നമ്പർ ഉണ്ടാവും. ആ വാർഡ് കൗൺസിലർക്ക് അവരെ വിളിച്ചിട്ട് നിങ്ങൾ ആ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ഒരു ആനുകൂല്യവും കിട്ടുകയില്ല, മുനിസിപ്പാലിറ്റിയിലെ ടാക്സ് അടക്കാൻ പറ്റില്ല, എല്ലാം വേണമെങ്കിൽ ഈ പൈസ അടച്ചിരിക്കണം എന്ന് വാർഡ് കൗൺസിലറുടെ വീടുകളിൽ എത്തിക്കുകയും അങ്ങനെ വീടുകളിൽ നിന്ന് ഈ പണം മുഴുവൻ നമ്മുടെ ഹരിത കർമ്മസേനയിൽ എത്തുകയും ചെയ്യുമ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ശമ്പളം തരാനൊന്നും ഒരു പ്രയാസം ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ എന്താണ്, ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു വാർഡിന്റെ പരിശോധിച്ച് നോക്കി. ഒരു വാർഡിന്റെ 300 ചില്ലാനും വീടുണ്ട്, 100 വീട് തികച്ച് പിരിച്ചിട്ടില്ല. 100 വീട് തികച്ച് പിരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് പൈസ? 20,000 വീടുകളുണ്ട് ഇവിടെ. 20,000 വീടുകൾ മാത്രമുണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയില്. 50 രൂപ പ്രാണെങ്കിൽ എത്ര? 10 ലക്ഷം രൂപയായി. 50 രൂപ പ്രാരാണെങ്കിൽ 10 ലക്ഷം രൂപയായി. നിങ്ങൾ പിരിക്കുന്ന കാശ് എത്ര? 4 അല്ലെങ്കിൽ 5 അല്ലേ? അത്രേ ഞാൻ നോക്കുമ്പോൾ കിട്ടുന്നത് അത്രേ ഉള്ളൂ. ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അല്ലേ? പിന്നെ കടകളിൽ നിന്ന് കിട്ടുന്ന പൈസ വേറെയും, സ്ക്രാപ്പ് വിറ്റ പൈസ വേറെയും. എങ്ങനെ വന്നാലും ഒരു 20-22 ലക്ഷം റുപ്യ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ രാഷ്ട്രീയം കളിക്കാതെ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് കുറച്ച് ചാനലുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ കൊണ്ടുവന്നിട്ട് 4 വർത്താനം പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്ത് അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഏതറ്റം വരെ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. ഒരു പ്രയാസമില്ല. അതിനൊക്കെ നേരിടാനും അതിനൊക്കെ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഞങ്ങൾ അത് കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. തൊഴിലാളികളുടെ ആശങ്കകൾക്കും ഭരണസമിതിയുടെ വാദങ്ങൾക്കുമിടയിൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മസേന ശമ്പള വിവാദം ഇനി എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നാണ് ശ്രദ്ധേയമാകുന്നത്. ചാനൽ ടൺ, പെരിന്തൽമണ്ണ. നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, Electric Automobile Engineering, Electronics and Electrical Technician, Electrical and Plumbing, Inverter, AC and Refrigeration, Computer Hardware and Networking, CCTV Technician, Laptop Chip Level Servicing, Computer Accounting കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.